ഹലോ ഫ്രണ്ട്സ്, സിമ്പിൾ സ്റ്റെപ്പ് വിത്ത് വൈഷൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വീഡിയോയിൽ എങ്ങനെ ഒരാളെ ഫേസ് ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമുക്ക് ഓൾറെഡി അറിയാം, അഡോബിൻ്റെ കുറേ ടൂൾസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ടാസ്ക്കാണ്, ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ള മെത്തേഡ് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. ഗൂഗിളിൽ തന്നെ നിലവിൽ കുറേ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഞാനിവിടെ മാജിക് കവർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൂഗിളിൽ മാജിക് കവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടത്തേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, magiccover.ai എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ലോഗിനിൽ പോകുന്നു. കണ്ടിന്യൂ വിത്ത്, ഞാൻ ഓൾറെഡി എൻ്റെ ഇമെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒരു പ്ലാറ്റ്ഫോം. നമ്മൾ ഡാഷ്ബോർഡ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ കുറേ ടൂൾസ് കാണാം. ഫേസ് സ്വാപ്പ്, ലിപ് സിങ്ക്, ആനിമേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസ് സ്വാപ്പാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഒരു ഡെയിലി നമ്മൾ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 100 ഫ്രെയിംസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതായത് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിംസ് വേണം. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിംസ് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഓരോ ദിവസം നമുക്ക് 100 ഫ്രെയിംസ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിംസ് നമ്മൾ ക്ലെയിം ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ സൈഡിൽ പോയിട്ട് ക്ലെയിം ചെയ്താൽ മതി. ഓക്കെ, ക്ലെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 100 ഫ്രെയിംസ് ഇവിടെ ആഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്ക് ആഡ് ചെയ്തത് പോകും. ഓക്കെ, ഈ റിസൾട്ട് ഉണ്ടോ, 1328 ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ്. അതായത് ഓരോ ദിവസം ഞാൻ ലോഗിൻ ചെയ്തിട്ട് ക്ലെയിം ചെയ്താൽ ഇത് ഇത്തിരി ഫ്രെയിംസ് കൂടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രെയിംസ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെക്ഷനിലേക്ക് പോകുന്നു, ഫേസ് ആപ്പിലേക്ക്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അപ്ലോഡ് വീഡിയോ ഫയൽ, അതായത് ഇതർ ഒന്ന് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ URL എടുക്കാം. ഞാനിപ്പോൾ അപ്ലോഡ് വീഡിയോ ഫയൽ എന്ന് കൊടുക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ സാമ്പിൾ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുന്നു. ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, വേണമെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് ഒന്ന് കുറക്കാം. അതായത് ഇതിനിപ്പം ഈ ഒരു വീഡിയോ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട് 273 ഫ്രെയിംസ് വേണം. ഓക്കെ, ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഇവിടെ 9 സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 273 ഫ്രെയിംസ് വേണമെന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ലോങ് ആക്കണം. ഞാൻ ഇത് കുറച്ചും കൂടി ഷോർട്ട് ആക്കുന്നു. കുറച്ചും കൂടി ഷോർട്ട് ആക്കാം. ഓക്കെ, ഒരു 6 സെക്കൻഡ് മതി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 6 സെക്കൻഡ് വീഡിയോ. ഓക്കെ, അതിനുശേഷം വേണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ടൈം എൻഡ് ടൈമെല്ലാം കൊടുക്കുമ്പോൾ ഹൈറ്റ് വിഡ്ത്ത് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം. അതൊന്നും ഞാൻ ജസ്റ്റ് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അതിനുശേഷം ഡ്രോപ്പ് ഇമേജ് എന്ന് പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ എൻ്റെ ഫേസാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സാമ്പിൾ ഫോട്ടോ കൊടുക്കുന്നു. ഓക്കെ, ഡ്രോപ്പ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം റെൻഡർ വീഡിയോ കൊടുക്കുന്നു. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. അത് 13 മിനിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും 13 മിനിറ്റ്സ് എടുക്കില്ല, കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ വീഡിയോ കൺവേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് കൺവേർട്ട് ആയിട്ടുണ്ട്. പക്ഷേ നല്ല ചെറിയൊരു കാര്യം മനസ്സിലാക്കാം, അത് ഭയങ്കര ക്വാളിറ്റി ഒന്നുമല്ല. ഒരു ചെറിയ മുഖത്തെ എക്സ്പ്രഷനോ കാര്യങ്ങൾ വരുമ്പോൾ അത് അധികം സപ്പോർട്ടാകുന്നില്ല. അതായത് ഫേസ് എടുത്ത് വെച്ച പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് മുഖത്തിലെ എക്സ്പ്രഷൻ വരുമ്പോൾ അത് നമുക്ക് അതിന് കണക്കായിട്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ ഇത് പെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് പെയ്ഡ് ഇതുമുണ്ട്, ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫ്രെയിംസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. വേറെ പ്ലാറ്റ്ഫോമിലൊന്നും ഞാൻ അധികം ഫ്രെയിംസ് ഫ്രീ ആയിട്ട് കണ്ടിട്ടില്ല. വേറെയും പ്ലാറ്റ്ഫോമുകളുണ്ട് ഇതിനേക്കാൾ കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി നോക്കിയിരുന്നു. പക്ഷേ അതിനകത്തുനിന്ന് ഫ്രെയിംസ് തുടക്കത്തിലെല്ലാം അവർ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കുന്നുണ്ടായില്ല. ഓക്കെ, വേറെയും പ്ലാറ്റ്ഫോമിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം വേറെയും പ്ലാറ്റ്ഫോമുകൾ. ഫേസ് സാമ്പിൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ പോലും കുറേ പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റീമേക്കർ ഇത് നല്ലപോലെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. തുടക്കത്തിലെല്ലാം അവർ ഇത് ഫ്രീ ആയിട്ട് കുറച്ച് ക്രെഡിറ്റ്സ് എല്ലാം തന്നിന്. അതത് ദിവസം തന്നെ നമുക്ക് ചെയ്ത് തീർക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അത് അവൈലബിൾ ആണല്ലോ, ഫ്രീ ക്രെഡിറ്റ്സ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് ജസ്റ്റ് ഫോട്ടോ കാര്യങ്ങൾ മാത്രം സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാണ്ട് വീഡിയോയിലേക്ക് സ്വാപ്പിംഗ് അത് അവർ സപ്പോർട്ട് ആക്കി തരുന്നില്ല. ഓക്കെ, അതായത് ഫ്രീ ക്രെഡിറ്റ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇതുണ്ടോ, ഡെയിലി ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പം പക്ഷേങ്കിൽ ഈ ഒരു ഇമേജ് മാത്രമേ നമുക്ക് ഫേസ് മാറ്റാൻ പറ്റുന്നുള്ളൂ. വീഡിയോയിൽ ഫേസ് ആപ്പ് ഇല്ല എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പം ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ട്രൈ ചെയ്താൽ എനിക്ക് തോന്നുന്നത് ഇതൊരു കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നമ്മൾ ഡെയിലി ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്ത് ജസ്റ്റ് ആ ഫ്രെയിംസ് ക്ലെയിം ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് ആപ്പും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിനോട് സാമ്യമായിട്ടുള്ള ഫേസിനെ നമ്മൾ എടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.